ഗോൾഡിന്റെ ഫസ്റ്റ് ട്രേഡ് ആണ്, അറൌണ്ട് $200 അടുത്തോളം പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ എടുത്തെന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ ഹയർ ടൈം ഫ്രെയിം നമുക്ക് ഓൾറെഡി അറിയാം, ഇന്ന് മൺഡേ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ഡേ ആണെന്നുള്ളത്. ഇന്ന് ഓപ്പൺ ചെയ്തത് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണ്. സോ ഇത്തരം ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും എന്നുള്ളത് നമുക്ക് ലോജിക്കൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴോട്ട് മാർക്കറ്റ് എന്തെങ്കിലും സ്ട്രക്ചർ ബ്രേക്ക് തന്നോ എന്നിരുന്നാൽ മാത്രം നമുക്ക് സെല് ചെയ്യാൻ നമ്മൾ നോക്കാൻ പാടുള്ളൂ. സോ ഇവിടെ വന്ന സമയത്ത് നമുക്ക് 1 അവർ ഒക്കെ തരുന്ന സമയത്ത് മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ഒരു SNR ബ്രേക്ക് താഴോട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഏഷ്യൻ സെഷനിലായിരുന്നു ആ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നത്. മാർക്കറ്റ് ലണ്ടൻ മാർക്കറ്റിന്റെ പുതുതായിട്ട് ഒരു ഹൈനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മൾട്ടിപ്പിൾ ടൈമിൽ താഴെ നല്ല രീതിയിൽ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. സോ ഈ ഒരു ട്രേഡ് ഇപ്പോൾ നമുക്ക് അറൌണ്ട് ഒരു $246 ആണ് പ്രോഫിറ്റ് റൺ ചെയ്യുന്നത്. ഇതാണ് എന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇതിലാണ് നമുക്ക് പൊസിഷൻസ് വരുന്നത്. അപ്പോൾ ഇനി 1 അവറിൽ വരുമ്പോൾ നമുക്ക് ഓൾറെഡി 50 മിനിറ്റ്സിൽ ഇവിടെ ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു ഏരിയ എന്തെങ്കിലും ലിക്വിഡിറ്റി സ്വീപ്പ് ഒക്കെ നടക്കുമോ എന്നുള്ള ഒരു ഇത് കാരണമാണ് ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ വെയിറ്റ് ചെയ്തത്. സോ 1 അവറിൽ വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഏരിയ താഴോട്ട് ബോഡി ബ്രേക്ക് ചെയ്ത റീട്രേസ്മെന്റിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എൻട്രി പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇനി നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റ്സ് നമുക്ക് നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ട് ലിക്വിഡിറ്റി ഉള്ളത്. ഈ ഒരു ഈക്വൽ ലോസിനെ ബ്രേക്ക് ചെയ്താൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ബ്രേക്കിങ്ങിലോട്ട് വെക്കും. സോ മാർക്കറ്റ് അറൌണ്ട് 1:3 ആണ് ഞാനിത് ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ടാർഗറ്റ് എന്താണോ എന്നുള്ളത് നോക്കാം. നമുക്ക് ന്യൂയോർക്ക് ആണ്, നല്ല രീതിക്ക് വോളിയം വരേണ്ടതാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഈ ഒരു ട്രേഡ് അറൌണ്ട് $300 അടുത്തോളം പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല. സോ 5 മിനിറ്റ്സ് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മുകളിൽ ഒരു ബോഡി ബ്രേക്ക് വിത്ത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ട്രേഡിനെ പ്രോപ്പറായി നമുക്ക് റിസ്ക് മാനേജ് ചെയ്യേണ്ട ഒരു ഫേസ് ആണ് ഇവിടെ ഇങ്ങനെ ഇത്തരം ഏരിയാസ് വരുന്ന സമയത്ത്. സോ ഇപ്പൊ നമ്മൾ ഈ ഒരു $300 പ്രോഫിറ്റ് റൺ ചെയ്യുന്ന ഒരു ട്രേഡ് നമ്മൾ ഇനി ഇതിനെ ഒന്ന് ബ്രേക്കിങ്ങിലോട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുണ്ടാവുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മോഡിഫൈ ചെയ്യുക. മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് 50% ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. പക്ഷെ ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല, ട്രേഡ് റൺ ചെയ്യട്ടെ, എന്താണോ റിസൾട്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇത് നമ്മളിപ്പോൾ റിസ്ക് മാനേജ്മെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോസസ് ഒന്നുമില്ല. സോ ഈ ഒരു ട്രേഡ് ഞാൻ എക്സിറ്റ് ആവാൻ പോകുന്നതാണ്, കാരണം ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു റീ എൻട്രി പോസിബിൾ ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ടായിരിക്കും. സോ ഇപ്പോൾ എടുത്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഒരു $217 ഉണ്ട്. സോ ഈ ഒരു റിസ്ക് ആയിരിക്കും ഞാൻ അടുത്ത ട്രേഡ് നമുക്ക് വെക്കാൻ പോകുന്നത്. സോ ഇത് ഓൾറെഡി നമ്മൾ കമ്മ്യൂണിറ്റിയിൽ സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെന്റേഴ്സിന്റെ ട്രേഡ്സ് ഈ ഒരു ട്രേഡ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റുഡൻസിനും ഒന്നും കൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. സോ ഈ ഒരു ട്രേഡ് പൊസിഷൻസ് ഞാനൊരു $210 ക്ലോസ് ചെയ്യുന്നത്. ഇനി ആ റീ എൻട്രീസ് നോക്കുന്നുണ്ടായിരിക്കും. സോ ആ ഒരു റീ എൻട്രീന്റെ അപ്ഡേറ്റ്സ് ഞാൻ എന്റെ സ്റ്റോറിയിൽ ചെയ്യുന്നതായിരിക്കും.